ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദുബായ് വൈറൽ ചീസ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഈ ഒരു ചീസ് കേക്കിന് നമുക്ക് രണ്ട് പേരിട്ടിട്ട് വിളിക്കാം. ഒന്ന് ഷിഫോൺ ചീസ് കേക്ക്, അല്ലെങ്കിൽ മറിയ പാസ് ചീസ് കേക്ക്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അട്ടാറായിട്ടാണ് ചില കഫേസിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ എമൗണ്ട് ഒന്നും കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട വേണം കേട്ടോ. പിന്നെ വേണ്ടത് 2 ബൗളാണ്. രണ്ടും നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ മുട്ടയുടെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ അത് എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കുന്നത് അതുപോലെ ആക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു ഹോൾസ് ആക്കിയിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് വേറൊരു ബൗളിൽ ഒഴിച്ചിട്ട് മറ്റേ യെല്ലോ പോർഷന് മറ്റേ ബൗളിലേക്ക് ഇടുകയാണ് ചെയ്തത്. അത് എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 മുട്ടയുടെ വൈറ്റ് പാർട്ടും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വൈറ്റ് പാർട്ടിലേക്ക് നമുക്ക് 3/4 കപ്പ് പഞ്ചസാര വേണം. പൊടിച്ച പഞ്ചസാരയല്ല കേട്ടോ, സാധാരണ തരിയോടുള്ള പഞ്ചസാരയാണ്. അതൊരു 3/4 കപ്പ് വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി വേണം. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു 7-8 മിനിറ്റ് എടുത്തിട്ട് തന്നെ ഹൈ സ്പീഡിൽ നല്ലൊരു എന്താ പറയുക വൈറ്റ് നല്ലൊരു സ്റ്റിഫ് പീക്കായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അത് കാണുമ്പം നല്ല മേക്കപ്പ് ആളികൾ പോലെ ഉണ്ടാവണം ആ ഒരു എഗ് വൈറ്റ് കാണുമ്പം. ആ ഒരു രീതി വരെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കട്ടെ ഈ ഒരു മുട്ട. അപ്പോൾ ഇത് ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ മറ്റേ പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ സാധാരണ നമ്മുടെ എഗ് ബീറ്റർ ആണെങ്കിൽ ആദ്യം വൈറ്റ് പോർഷന് നന്നായിട്ട് എഗ് വൈറ്റ്സ് നന്നായിട്ട് സ്റ്റിഫ് ആകുന്നവരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു പരിപാടിയിലേക്ക് കിടക്കുക കേട്ടോ. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് അതിൻ്റെ മേലിലൊരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്കൊരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നിങ്ങളിങ്ങനെ അരിക്കുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ മേലെ തന്നെ അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് നമുക്കിതിലോട്ട് 1/2 കപ്പ് പാൽ വേണം. അപ്പോൾ ആദ്യം 1/4 കപ്പ് പാൽ ഒഴിക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ഒഴിക്കുക കേട്ടോ. ഞാനിപ്പം ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാലുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ മിക്സ് ആയി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചാൽ മാത്രമേ റൂം ടെമ്പറേച്ചറിൽ പാല് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, എന്നിട്ട് പാലൊഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിതാ എഗ് വൈറ്റ്സ് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ തിരിയുമല്ലോ, നല്ല മഞ്ഞ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു ക്രീമി രൂപത്തിൽ നമ്മുടെ വൈറ്റ് പോർഷൻ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഇതാ ഈ ഒരു മുട്ടയുടെ മഞ്ഞൻ്റെ മിക്സിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ്സൊക്കെ ഈ പൊന്തിയതൊക്കെ ഫുള്ളായിട്ട് ലൂസായിട്ട് പോവും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഫുള്ള് ലൂസായി പോവും. പിന്നെ ആ ഒരു കറക്റ്റ് കേക്കിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടൂല. അതുകൊണ്ട് കുറേശ്ശെ എഗ് വൈറ്റ്സ് ഇട്ടിട്ട് ഇതുപോലെ എന്താ പറയുക ഒരേ റൊട്ടേഷനിൽ അധികം വേദനിപ്പിക്കാണ്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഷിഫോൺ കേക്കാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 9 ഇഞ്ചിൻ്റെ സ്ക്വയർ ടീൻ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നല്ലോണം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഒട്ടും എയർ ബബിൾസ് കടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ലെവലാക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്ക്വയറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് അതൊന്ന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം കേട്ടോ.
എങ്കിൽ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ നമുക്കൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരു ചീസ് ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ചീസിൻ്റെ ഫ്ലേവറും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു കറക്റ്റ് ബാലൻസിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ബീറ്ററിൻ്റെ സഹായത്തോടെ നമുക്കൊരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ, ഹൈ സ്പീഡിൽ. അതല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാകും. എന്നിട്ടത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അരമണിക്കൂർ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഫ്രീസറിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൊടുമ്പോൾ എത്രത്തോളം സോഫ്റ്റാണെന്നറിയോ. നല്ല എന്താ പറയുക, പൗണ്ട് കേക്ക് അല്ല, നല്ലൊരു ഷിഫോൺ കേക്ക് തന്നെ. ആ ഒരു എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, നല്ല വൈറ്റ് കേക്കാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതുപോലെ തൊടുമ്പോൾ നല്ല ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഏതിലാണോ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് മെൽട്ടായി കോളായിട്ട് പോവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്യുന്നൊന്നുമില്ല. ആ ഒരു സ്ക്വയർ കേക്ക് 2ആയിട്ട് മുറിക്കുക. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് ലെയറിൽ ക്രീം സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേലിൽ വേറൊരു കേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെഡാർ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൊസറല്ല അല്ല, ചെഡാർ ചീസ്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. 1/2 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നൊരു 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിലാണ് സെറ്റ് ചെയ്യേണ്ടത്, ഫ്രീസറിലല്ല. ഫ്രിഡ്ജിൽ 4 മണിക്കൂറോ 3 മണിക്കൂറോ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് കഴിക്കാനോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ക്ഷമയുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചീസിൻ്റെ ക്രീം ഉണ്ടല്ലോ, അതിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോഴുള്ള എന്താ പറയുക ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്താ പറയുക, മൗത്ത് മെൽറ്റിംഗ് എന്നെല്ലാം പറയൂലേ, വായിലിട്ടല്ല ലിഞ്ഞ് പോകുന്നതെന്ന് പറയുന്നില്ലേ, ആ ഒരു ഐറ്റമാണ് കേട്ടോ. അഡാർ ഐറ്റം എന്ന് പറഞ്ഞാൽ അഡാർ ഐറ്റം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തിനെ കൊണ്ട് കട്ട് ചെയ്തെടുക്കും നല്ലത്, അല്ലെങ്കിൽ മുറിയാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ നമ്മൾ കഫേസിലൊക്കെ പോയിട്ട് ഒരുപാട് റേറ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഐറ്റം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതും ആ ഒരു റേറ്റിൽ നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലും കഴിക്കാം, കുറവും കഴിക്കാം. അതായത് കുറേ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കഫേന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ പീസിന് തന്നെ വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകും. സോ ഞാൻ ഇങ്ങനത്തെ കേക്ക്സൊക്കെ കാണുമ്പോൾ പൊതുവേ ഞാൻ അവിടെ പോയിട്ട് കഴിക്കാറില്ല, ഞാനത് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പ്രീമിയം കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, കുറച്ച് സാധനങ്ങൾക്കൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മേടിക്കണമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേർഡ്. താങ്ക് യു.